ഇന്ത്യയിൽ ടെസ്ല ഫ്ലോപ്പാണോ? ഇലോൺ മസ്കിന്റെ വലിയ വെല്ലുവിളി. ലോകമെമ്പാടും ഇലക്ട്രിക് വെഹിക്കിൾ റെവല്യൂഷൻ നയിക്കുന്ന ടെസ്ലയ്ക്ക് ഇന്ത്യയിൽ കാര്യങ്ങൾ അങ്ങനെ സ്മൂത്തല്ല. ഇന്ത്യ ഇപ്പോൾ ടെസ്ലയുടെ വീക്കസ്റ്റ് ന്യൂ മാർക്കറ്റായി മാറിയിരിക്കുകയാണെന്നതാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഡൗട്ടുണ്ടാകും. ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് കാർ മാർക്കറ്റായ ഇന്ത്യയിൽ ടെസ്ല എങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നു? ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഡേറ്റ് നോക്കാം. ടെസ്ല ഇന്ത്യയിൽ എൻ്റർ ചെയ്തത് 2025 ജൂലൈയിലാണ്. ഡെലിവറീസ് ആരംഭിച്ചത് സെപ്റ്റംബർ മുതലാണ്. പക്ഷേ അതിനുശേഷം 6 മാസം കൊണ്ട് ടെസ്ല വിറ്റത് വെറും 342 കാറുകൾ മാത്രം. അതായത് മാസം ശരാശരി 50 മുതൽ 60 കാറുകൾ വരെ മാത്രം. ഒരു പുതിയ മാർക്കറ്റിൽ എൻ്റർ ചെയ്താൽ സാധാരണ ബ്രാൻഡ് ഹൈപ്പ് കാരണം ഇനീഷ്യൽ സെയിൽസ് സ്ട്രോങ് ആയിരിക്കും. പക്ഷേ ഇന്ത്യയിൽ അത് സംഭവിച്ചില്ല. ഇത് ഇൻഡസ്ട്രി എക്സ്പേർട്സിനെ പോലും സർപ്രൈസ് ചെയ്യിപ്പിച്ച കാര്യമാണ്. ഇത് കമ്പയർ ചെയ്താൽ സിറ്റുവേഷൻ കൂടുതൽ ക്ലിയർ ആകും. കൊളംബിയയിൽ ടെസ്ല എൻട്രി ചെയ്തപ്പോൾ ഒരു മാസം തന്നെ ഏകദേശം 1800 കാറുകൾ വിറ്റു. ചിലയിൽ മന്ത്ലി ആവറേജ് പോലും ഇന്ത്യയേക്കാൾ കൂടുതലാണ്. അതായത് ഒരു കാര്യം വ്യക്തമാണ്, ഇന്ത്യ മാർക്കറ്റ് ടെസ്ലക്ക് ഈസിയല്ല. ഇതിനു പിന്നിലെ പ്രധാന കാരണം കോമ്പറ്റീഷനാണ്. ഇന്ത്യയിലെ ലക്ഷറി EV സെഗ്മെന്റ് ഇപ്പോൾ ഡൊമിനേറ്റ് ചെയ്യുന്നത് BMW-യും മെഴ്സിഡസ് ബെൻസുമാണ്. ഇവർക്ക് ഇതിനകം സ്ട്രോങ് കസ്റ്റമർ ബേസും ബ്രാൻഡ് ട്രസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഡേറ്റ നോക്കുമ്പോൾ BMW മാസം ശരാശരി 295 ഇലക്ട്രിക് കാറുകൾ വിറ്റപ്പോൾ മെഴ്സിഡസ് ബെൻസ് ഏകദേശം 80 മുതൽ 90 കാറുകൾ വരെ വിറ്റു. ടെസ്ല ഇതിൽ പിന്നിലാണ്. പക്ഷേ കോമ്പറ്റീഷൻ മാത്രമല്ല പ്രശ്നം. ഏറ്റവും വലിയ ചാലഞ്ച് പ്രൈസിംഗ് ആണ്. ടെസ്ലയുടെ കാർസ് ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതിനാൽ 100%-ൽ കൂടുതൽ ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കണം. ഇതോടെ ടെസ്ല കാർസ് വളരെ എക്സ്പെൻസീവ് ആകുന്നു. അതേസമയം BMW-യും മെഴ്സിഡസ് ബെൻസും ഇന്ത്യയിൽ ലോക്കൽ അസംബ്ലി നടത്തുന്നതിനാൽ അവർക്ക് പ്രൈസിംഗ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നു. കസ്റ്റമർക്ക് കമ്പാരിറ്റീവ്ലി എഫോർഡബിളായി ലക്ഷറി EV വാങ്ങാൻ സാധിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം ഇൻഫ്രാസ്ട്രക്ചറാണ്. ഇന്ത്യയിൽ ഇപ്പോഴും ചാർജിംഗ് സ്റ്റേഷൻസ് വളരെ കുറവാണ്. സർവീസ് സെന്റേഴ്സ് ലിമിറ്റഡ് ആണ്. ഒരു ടെസ്ല വാങ്ങുന്നവർക്ക് ചാർജിങ്ങും സർവീസിംഗും വലിയ കൺസേൺ ആണ്. ഇതൊക്കെ കൂടി ബയേഴ്സിനെ ഹെസിറ്റേറ്റ് ചെയ്യിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ് സൈഡുണ്ട്. ഇന്ത്യയിൽ നിയർലി $9 ലക്ഷം മില്യനേഴ്സ് ഉണ്ട്. കൂടാതെ ബില്യനേഴ്സ് പോപ്പുലേഷനും ഇന്ത്യ ടോപ്പ് കൺട്രീസിൽ ഒന്നാണ്. അതായത് ലക്ഷറി EV മാർക്കറ്റിന് ഫ്യൂച്ചർ ഡിമാൻഡ് ഉണ്ടെന്നത് ഉറപ്പാണ്. ഇത് ടെസ്ലയ്ക്കും അറിയാം. അതുകൊണ്ടാണ് അവർ ഷോർട്ട് ടേം സെയിൽസ് നോക്കാതെ ലോങ് ടേം സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നത്. ടെസ്ല ഇന്ത്യ ഹെഡ് ശരത് അഗർവാൾ പറഞ്ഞതുപോലെ അവരിപ്പോൾ ബിൽഡപ്പ് ഫേസിലാണ്. അതായത് ഇമീഡിയറ്റ് സെയിൽസ് ടാർഗറ്റ് ചെയ്യുന്നതല്ല, ഫ്യൂച്ചർ മാർക്കറ്റ് ബിൽഡ് ചെയ്യുകയാണ് ലക്ഷ്യം. ഇപ്പോൾ ടെസ്ലയുടെ സർവീസ് നെറ്റ്വർക്ക് മുംബൈ, ഡൽഹി, പൂനെ, ഗുരുഗ്രാം എന്നിവിടങ്ങളിലാണ്. പക്ഷേ അടുത്ത ഘട്ടത്തിൽ ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാനുണ്ട്. അതോടൊപ്പം ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കൂടി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഫ്യൂച്ചറിൽ ടെസ്ലയുടെ സക്സസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് 3 കാര്യങ്ങളിലാണ്: ലോക്കൽ മാനുഫാക്ചറിംഗ്, പ്രൈസിംഗ് റിഡക്ഷൻ, സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ത്യയിൽ ലോക്കൽ പ്രൊഡക്ഷൻ ആരംഭിച്ചാൽ ഇമ്പോർട്ട് ഡ്യൂട്ടി പ്രോബ്ലം കുറയും. അതോടെ പ്രൈസും കുറയും. അതാണ് ഗെയിം ചേഞ്ചർ ആവാൻ സാധ്യത. അതേസമയം കോമ്പറ്റീഷൻ കൂടി ശക്തമാകാൻ പോകുകയാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ കീഴിലുള്ള ലാൻഡ് റോവർ അടുത്തിടെ ഇലക്ട്രിക് SUV ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അതായത് ടെസ്ലയ്ക്ക് മുന്നിലുള്ള ചാലഞ്ച് ഇനിയും ടഫാകും. ഇപ്പോൾ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ: ടെസ്ല ഇന്ത്യയിൽ ഫെയിലാണോ? ആൻസർ സിമ്പിളാണ്. ഇപ്പോൾ സ്ട്രഗിൾ ഫേസാണ്. പക്ഷേ ഇത് ഫെയിലുവർ അല്ല. ഇന്ത്യ ടെസ്ലയ്ക്കൊരു ലോങ് ടേം സ്ട്രാറ്റജിക് മാർക്കറ്റാണ്. റൈറ്റ് മൂവ്സ് എടുത്താൽ ഫ്യൂച്ചറിൽ ടെസ്ലയുടെ ബിഗ്ഗസ്റ്റ് മാർക്കറ്റ്സിൽ ഒന്നായി ഇന്ത്യ മാറാൻ പോലും ചാൻസ് ഉണ്ട്. ഒടുവിലൊരു കാര്യം ക്ലിയറാണ്. ഇന്ത്യൻ മാർക്കറ്റ് വളരെ വലുതാണ്, പക്ഷേ ഈസിയല്ല. ഇവിടെ വിജയിക്കാൻ പേഷ്യൻസും ശരിയായ സ്ട്രാറ്റജിയും അത്യാവശ്യമാണ്. ഇങ്ങനെ ബിസിനസ് ടെക് അപ്ഡേറ്റ്സ് സിമ്പിളായി മനസ്സിലാക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.